ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ശ്രീ കൃഷ്ണസൂര്യ മലയാളം ടാരോട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നിവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായി റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കാം. ഫോഴ്സ്ഫുള്ളി ആരും തന്നെ റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ? നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് തന്നെ 6 ഓഫ് പെൻറ്റക്കിളാണ്. രണ്ടാമത്തെ കാർഡ് ജസ്റ്റിസ് ആണ്. മൂന്നാമത്തെ കാർഡ് സ്ട്രെങ്ത് കാർഡാണ്. അടുത്തത് കിങ് ഓഫ് സോഡ്സ്. നമ്മുടെ റീഡിങ്ങിൽ എപ്പോഴും തന്നെ കിങ് ഓഫ് സോഡ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് വാൺസ്. ഇനി ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് നമുക്കൊരു കാർഡ് നോക്കാം. 5 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ആദ്യത്തെ കാർഡ് തന്നെ 6 ഓഫ് പെൻറ്റക്കിളാണ് കിട്ടിയിരിക്കുന്നത്. 6 ഓഫ് പെൻറ്റക്കിളാണ് ഈ കാർഡ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വ്യക്തി വീണ്ടും ഒരു ബാലൻസ്, നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും ആളുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ആൾക്കും വേണം. ഇതിനൊക്കെ ആയിട്ട് ഇതിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ ആളുടെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അതൊക്കെ നിങ്ങളോട് പ്രകടിപ്പിക്കണം, നിങ്ങൾക്ക് തരണം. നിങ്ങളുടെ സ്നേഹം ആൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആൾക്ക് വേണം. അപ്പോൾ അതിൽ ഒരു ഗിവ് ആൻഡ് ടേക്കാണ്. നിങ്ങൾക്ക് സ്നേഹം തരുകയും വേണം, നിങ്ങളുടെ സ്നേഹം ആൾക്കും വേണം. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടുള്ളതാണ് ആളുടെ ഒരു എനർജി ആയിട്ട് ഇപ്പോൾ നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും ഈ ബന്ധം മെച്ചപ്പെടുത്താനും ഒക്കെ നല്ല ആഗ്രഹമുണ്ട്. ഒരു കോപ്പറേഷൻ, ഗിവ് ആൻഡ് ടേക്ക് എന്നിവയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇത് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവർ കാര്യങ്ങളെയൊക്കെ വളരെ ഗൗരവമായിട്ടാണ് വിലയിരുത്തുന്നത്. ഒരുപാട് എന്താ പറയുക, ഗൗരവത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത്. ഇപ്പം നിങ്ങളോട് ചെയ്തതിനെ കുറിച്ചൊക്കെ വളരെയധികം വിഷമമുണ്ട്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതൊന്നും ശരിയായിരുന്നില്ല, നിങ്ങളോട് കാണിച്ചത് നീതിയായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവും ബോധമൊക്കെ ഉണ്ട്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ ആൾ ഈ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും ഒക്കെ കേട്ടോ. മുന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ നല്ലൊരു എന്താ പറയുക ബോധമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു തീരുമാനം ഇനി നിങ്ങൾക്ക് വേണ്ടി എടുക്കാനായിട്ട്, നിങ്ങൾക്കൊരു നീതി നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് ആളുടെ ഉള്ളിൽ ഒരുപാട്
വിഷമങ്ങളുണ്ട്, ഒരുപാട് വികാരങ്ങളും, എന്താ പറയുക, ശക്തമായിട്ടുള്ള വികാരം, സ്നേഹം, നിങ്ങളോട് ചെയ്തു കൊടുത്തിട്ട് വിഷമം ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ആൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളോട് ഉള്ള അടങ്ങാത്ത സ്നേഹം, വികാരം, ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ആൾ അടക്കി വെച്ചിരിക്കുകയാണ്, സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് തന്നെ ഇപ്പോൾ അത് വികാരപ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് തന്നെ ആൾക്കറിയാം. ആൾ യുക്തിപൂർവ്വമാണ് ചിന്തിക്കുന്നത്, ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ്. അപ്പോൾ വികാരത്തെക്കാളും അധികം ആൾ എന്താ പറയുക, ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അതെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോഡ്സ് നമ്മുടെ മുന്നത്തെ റീഡിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരുപാട് സ്നേഹവും നിങ്ങളോട് ഉള്ള വിശ്വാസവും ഇമോഷണലി കണക്ഷനും ഒക്കെ ഉണ്ട്. നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആൾക്ക് ഒരുപാട് നേട്ടങ്ങളും ഒരു സെക്യൂറൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അതെല്ലാം ആളുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. വികാരങ്ങളെക്കാൾ ആൾ ലോജിക്കായിട്ട് ഇപ്പം ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. ആൾക്കറിയാം ആൾ ചെയ്തത്, നിങ്ങളോട് ചെയ്തതൊന്നും ശരിയല്ല എന്നറിയാം. അപ്പോൾ പെട്ടെന്ന് ഈ വികാരപ്രകടനങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെങ്ങനെ അതിനെ നോക്കിക്കാണും എന്നുള്ളൊരു ചിന്തയും ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആൾ ഉള്ളിലെ സ്നേഹം മുഴുവനും അടക്കി പിടിച്ചിരിക്കുകയാണ്, കൺട്രോളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അല്പം വെയിറ്റ് ഇട്ടിരിക്കുന്ന പോലത്തേക്ക് ഒരവസ്ഥ. പുറമേക്ക് ഭയങ്കര ഗൗരവമായിട്ട് ഉള്ളിലുള്ളതൊന്നും പുറത്ത് കാണിക്കാതെ അല്പം വെയിറ്റ് ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ 4 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ മനസ്സറിയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് ചോദിച്ചന്വേഷിക്കുകയോ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ്, ആളുടെയും കോമൺ ഫ്രണ്ട്സായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അന്വേഷിച്ചറിയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ എങ്ങനെയൊക്കെയോ നോക്കി കാണാനും അറിയാനും ശ്രമിക്കുന്നുണ്ട് ആൾ. പിന്നെ ഒരു എന്താ പറയുക, ഒരു വിഷമത്തോടു കൂടി തന്നെയാണ്, നഷ്ടബോധത്തോടു കൂടിയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നതും അന്വേഷിക്കുന്നതും. നിങ്ങൾക്കൊരു നീതി നടപ്പാക്കണം, നിങ്ങളോട് ആളുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾക്ക് തരണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെയാണ് കേട്ടോ ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾ മുന്നത്തെ റീഡിങ്ങിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ആളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ശക്തിയായിട്ടുണ്ട്. ആൾ അടക്കി പിടിച്ചിരിക്കുകയാണ്, നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാതെ അല്പം സ്വാർത്ഥതയോടുകൂടി ആളുടെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചിരിക്കുകയാണ്. ഇത് എൻ്റെയാണ് എന്നുള്ളൊരു സ്വാർത്ഥ ചിന്തയോടുകൂടി, നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു ചിന്തയോടുകൂടി തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ. 4 ഓഫ് കപ്സിൽ നമുക്ക് കാണുന്നത് അല്പം എന്താ പറയുക, മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു ചെറിയൊരു ഫെഡപ്പായിട്ടുള്ള പോലെയും തോന്നുന്നുണ്ട്. ഒരു മടി പിടിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന പോലെ. അത് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെയധികം വിഷമമുണ്ട്. എന്നാൽ അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കാതെ മടി പിടിച്ചിരിക്കുന്ന ഒരു തളർന്നിരിക്കുകയോ മടി പിടിച്ചിരിക്കുകയോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വെറുതെ ചിന്തിച്ചിരിക്കുകയാണ്. ആക്ഷൻ എടുക്കാനായിട്ട് ആക്ഷൻ എടുക്കാൻ സമയമെടുക്കും. പെട്ടെന്ന് അങ്ങനെ ആക്ഷൻ എടുക്കുന്നത് ഒരു മട്ടും കാണുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് എനർജി ആയിട്ടാണ് നമുക്കത് കാണുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. ചിലപ്പോൾ ഞാൻ മുന്നത്തേലൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അത് ഉറപ്പാണ്. പിന്നെ ഈ അബ്രോഡ് ഉള്ളവരുണ്ടാവാം. അതുപോലെ തന്നെ
എന്താ പറയുക, ചിലരൊക്കെ ഒരു സെപ്പറേഷൻ പീരീഡിലുള്ളവരും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ആൾ വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് എനർജി ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടെങ്കിലും വീണ്ടും ഒന്നിക്കാൻ, നിങ്ങളുടെ അടുത്തെത്താനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ആളിലൊരു പ്രതീക്ഷയുണ്ട്, സാധിക്കും, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്നാലും ഭയങ്കര ചിന്തയാണ്, ഒരു നഷ്ടബോധം. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുതൽ അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്തയും സങ്കടവും ഒരു കുറ്റബോധം, നഷ്ടബോധം എല്ലാം ഉണ്ട്. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നൊരു അവസ്ഥയായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. കപ്സും കൂടുതൽ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ 5 ഓഫ് കപ്സും കാണിക്കുന്നത് അതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ കാർഡും ഒരു റിഗ്രറ്റ്, ഡിസപ്പോയിൻമെൻറ്റ്, നഷ്ടബോധം, അതിനൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഈ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച കൊണ്ടാണ് ഈ ബന്ധം ഇങ്ങനെ ഒലഞ്ഞു പോയത്. ഇതൊക്കെ ആൾക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തയും നഷ്ടബോധവും കുറ്റബോധവും ഒക്കെ ഉണ്ട്. ആൾ തന്നെ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. എന്നാൽ ആളെ സ്നേഹിക്കാനായിട്ട് പുറകിൽ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആൾക്ക് അതൊന്നും വേണ്ട. ആൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നിങ്ങളുടെ ആ സ്നേഹം അതിലേക്ക് തന്നെ നോക്കിയിട്ടാണ് വിഷമിച്ച് ചിന്തിച്ച് നിൽക്കുന്നത്, ഭയങ്കര കുറ്റബോധത്തോടു കൂടി. അപ്പോൾ പുറകിലാളുടെ കൂടെയുള്ളത് ഫാമിലിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അതൊന്നും പക്ഷെ ആൾ ശ്രദ്ധിക്കണില്ല. ആൾക്ക് ഭയങ്കര കുറ്റബോധം, നഷ്ടബോധം, നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അതിലുള്ളൊരു കുറ്റബോധം, സങ്കടം ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ടോട്ടലി പറഞ്ഞാൽ ഇത് നല്ലൊരു എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളതിന് നല്ലൊരു സൂചനയാണ്. നിങ്ങൾക്കൊരു നീതി തരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആളുടെ സ്നേഹം നിങ്ങൾക്ക് തരണമെന്നും നിങ്ങളുടെ സ്നേഹം ആൾക്ക് കിട്ടണമെന്നും ഉള്ള ആഗ്രഹമുണ്ട്. ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുന്നു. ശക്തമായിട്ടുള്ള ഇഷ്ടവും സ്നേഹവും എന്താ പറയുക, ഇമോഷണലി കണക്ഷനൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല, അടക്കി വെച്ചിരിക്കുകയാണ് ഉള്ളിൽ, സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥ. അത് നിങ്ങളോട് തുറന്ന് കാണിക്കാതെ. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയോ അറിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഉള്ളിൽ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. ഇതെൻ്റേതാണ് എന്നുള്ളൊരു സ്വാർത്ഥതയോടുകൂടി പിടിച്ചു വച്ചിരിക്കുന്നു. എന്നിട്ട് ആക്ഷൻ എടുക്കണില്ല. അതും ചിന്തിച്ച് വിഷമിച്ച് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ചിന്തകൾ തന്നെയാണ് വിഷമവും നഷ്ടബോധവും കുറ്റബോധവും അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ 3 ഓഫ് വാൻസും 5 ഓഫ് കപ്സൊക്കെ ആയിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹം, ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആളുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്. എന്നിരുന്നാലും ആളൊരു ആക്ഷൻ എടുക്കാൻ വൈകും എന്ന് തന്നെയാണ് നമുക്കിവിടെ ടോട്ടലി ഒരു എനർജി ആയിട്ട് കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയായിട്ട് കണക്ഷനുള്ള ആണോ എന്ന് നോക്കുക. ഇനി അല്ലെങ്കിൽ തന്നെ ഈ റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ക്ലോസ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വന്നില്ല എന്ന് വെച്ചും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു വീണ് പോയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് തന്നെ നോക്കാം. ജമ്പ്, രോഹിണി നക്ഷത്രമാണ് ജമ്പ് ചെയ്ത് വീണ ക്ലൂ കേട്ടോ. അടുത്തത് എസ് എന്നൊരു ലെറ്ററാണ് കേട്ടോ. അടുത്തത് ജെ എന്നൊരു ലെറ്ററാണ്. എൻ്റെ റീഡിങ്ങിൽ എന്നും ജെ കിട്ടാറുണ്ട്. വീണ്ടും എസ് വന്നിരിക്കുന്നു. 1985 വന്നിട്ടുണ്ട് കേട്ടോ.
ഇത് 45 വന്നിട്ടുണ്ട്. 45 വയസ്സായിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ. 1978 വന്നിട്ടുണ്ട് കേട്ടോ. 41 വന്നിട്ടുണ്ട്. 1999 വന്നിട്ടുണ്ട് കേട്ടോ. 33 വന്നിട്ടുണ്ട്. 32 എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. 1990 വന്നിട്ടുണ്ട്. 25 ചിത്തിര നക്ഷത്രം. ഇതൊക്കെ എന്നും കാണുന്ന ക്ലൂ ആണ്. 6 എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഈ ക്ലൂ കൂടി നോക്കാം. ഇത് ഉത്രട്ടാതി നക്ഷത്രമാണ് കേട്ടോ. ഇത്രയും ക്ലൂസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. അതുപോലെ തന്നെ റെസിനേറ്റ് ആയെങ്കിൽ അതറിയിക്കണം. പിന്നെ ടാരോയ്ക്കും യൂണിവേഴ്സിനും താങ്ക്സ് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.